ഹായ് നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഷാപ്പിലൊക്കെ വയ്ക്കുന്ന കൂട്ടുള്ള ഒരു അടിപൊളി മീൻ കറി വെച്ച് നോക്കാം. ഇന്ന് നമുക്ക് മീൻ വെട്ടിയെടുക്കാം. ഇതിൻ്റെ മുള്ളും പാലും ഒക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് തേച്ചരച്ചെടുക്കാം. മീൻ വെട്ടി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാം. നമുക്ക് ആദ്യം കുടംപുളി ഒന്ന് വേവിച്ചെടുക്കണം. കുടംപുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വെന്ത് കിട്ടണം. കുടംപുളി തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വാങ്ങാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള എന്നിവ ഇട്ടെടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മല്ലിപ്പൊടി. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറട്ടെ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുടംപുളി വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് തിളച്ചിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അയിലയാണ് എടുത്തേക്കണത്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഷാപ്പിലെ കറി ശരിയായിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.